ഫിലിപ്പിൻ ലേഖനം 1:4 മലയാളം, ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് 1:6. ഓക്കെ, ഹാലൂയ. ഫിലിപ്പൻസ് ചാപ്റ്റർ 1:6 ഇൻ ഇംഗ്ലീഷ്, മലയാളത്തിൽ 1:4. അകം ദേശിലക്ക നമ്പർ 5 പാദം. ഒന്നിന്റെ 6. മലയാളത്തിൽ വായിക്കുക 1:4, ഇംഗ്ലീഷ് ഓക്കെ. വായിക്കുന്നവർക്ക് 1:6. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ആമേൻ, സ്തോത്ര, ഹാലേലൂയ. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ഇവിടെ 2-3 കാര്യങ്ങൾ ദൈവത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചത്, ആദ്യമേ അതിനെക്കുറിച്ച് നല്ല പ്രവൃത്തി ആരംഭിച്ചത് ആരെന്ന് വെച്ചാൽ ദൈവം ആരംഭിച്ചത്. ഹാലേലൂയ. എന്തായിരുന്നു നല്ല പ്രവൃത്തി എന്ന് വെച്ചാൽ നമ്മുടെ രക്ഷ തന്നെയായിരുന്നു നല്ല പ്രവൃത്തി. ഹാലേലൂയ. അത് നമ്മൾ ആരംഭിച്ച ദൈവമാണ്. അപ്പൊ ആരംഭിച്ച ദൈവം ഗുഡ് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ആമി ഹാലേലൂയ, ആ സാൽവേഷൻ നമുക്ക് ദൈവം തന്നതാണ്. അത് ആമി ഹാലേലൂയ, ജസ്റ്റിഫിക്കേഷൻ ആണെങ്കിലും സാങ്ക്ടിഫിക്കേഷൻ ആണെങ്കിലും എന്ത് കാര്യം നടക്കണമെങ്കിലും ആരംഭിച്ച ദൈവമാണെങ്കിൽ അത് തികയ്ക്കുമെന്നവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ആരുമല്ല ഇത് തുടങ്ങി വെച്ച ദൈവമാണ്. സർവശക്തനായ ദൈവം തുടങ്ങിയേക്കുന്ന ഒരു കാര്യം പരാജയത്തിലേക്ക് പോകത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് നല്ല പ്രവൃത്തി ആരംഭിച്ചെന്ന് പറഞ്ഞാൽ ഹാലൂയ. രണ്ടാമത് പറയുന്നത് ആ ആരംഭിച്ച നല്ല പ്രവൃത്തി, അത് ആരംഭിച്ച ദൈവത്തെ കുറിച്ച്. ആരംഭിച്ച ദൈവമാണെങ്കിൽ നമുക്ക് ഹാലലിയ എന്താ പറയാ, നമ്മളിലുണ്ടായിരുന്ന ഹാലലിയ ഈ വിശ്വാസം, ഹാലലിയ ആ ഒരു ഡിവൈൻ പ്രവൃത്തിയാണ് ആരംഭിച്ച നമ്മുടെ ദൈവത്തിനകത്ത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. അത് ഓരോ വ്യക്തികളിലും ആരംഭിച്ചവൻ ദൈവമാണ്. ചിലപ്പോൾ നമ്മളിപ്പോ നിൽക്കുന്ന ഒരു സഭയായിട്ടോ ഒരു കൂട്ടായ്മയായിട്ടോ ഒരു ഗ്രൂപ്പായിട്ടോ ഒക്കെ ആയിരിക്കും. പക്ഷേങ്കിൽ ആ ഒരു നല്ല പ്രവൃത്തി, നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം നല്ല, നമ്മൾ പറയത്തത് ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം നല്ലത്, ഏറ്റവും നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെ ഉയരത്തിന്ന് സ്വർഗീയ പിതാവിൽ. അപ്പം നല്ലതായിട്ട് നമ്മളിപ്പോ വിശ്വാസത്തിൽ വന്ന ചില വിശ്വാസം വിട്ട് മാറിപ്പോയി എന്ന് പറയാം. പിന്മാറ്റത്തിൽ പോയതിനെ കുറിച്ച് പറയാറുണ്ട്. ആ പിന്മാറ്റത്തിൽ കൊണ്ടുപോകുന്ന ദൈവമാണോ? അല്ല. നമ്മൾക്ക് അതുപോലെ ദൈവം തന്നേക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളെ വിശ്വാസത്തിലേക്ക് ജനിപ്പിക്കുന്ന ദൈവമാണ്. നമ്മളെ വിശദീകരിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ദൈവം മാത്രമല്ല, നമ്മൾ ദൈവവുമായിട്ട്, അതിവിടെ പറയുന്നത് നല്ലവർക്ക് ആരംഭിച്ച യേശുക്രിസ്തു നാളോളം തികയ്ക്കുക. യേശുക്രിസ്തു നാളെന്താന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിന്റെ 2ാം വരവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആ നാളുള്ള തെക്കെന്ന് വെച്ചാൽ നമ്മൾ ഒന്നീ ഇവിടുന്ന് മാറ്റപ്പെടണം, ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പൊ ആ നാളോളം തെക്കെന്ന് വെച്ചാൽ അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മളെ ദൈവം എന്താ പറയാ, നമ്മളിൽ കിട്ടിയ ആ ഒരു വിശ്വാസത്തിന് ഒരു സാൽവേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയെങ്കിൽ, പക്ഷെ സാങ്ക്ടിഫിക്കേഷൻ ഫ്രീ ആണോ വെച്ചാൽ അല്ല. കാരണം വെച്ചാൽ നമ്മൾ ദൈവം നമ്മളുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിൽ ദൈവം അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും അത് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നു. പക്ഷെ നമുക്ക് ദൈവത്തിന്റെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ദൈവം നമ്മളെ സഹായിക്കും, പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കും. പക്ഷേ നമ്മൾ മനസ്സ് വയ്ക്കുന്നില്ലെങ്കിൽ നമ്മളൊരു വിശദീകരണം നടക്കത്തില്ല. കാരണം ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും, ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും, ഓരോ കാര്യങ്ങൾ അറിയുമ്പോഴും, എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയും, ഇത് പാടില്ല, ഇത് നമുക്കുള്ളതല്ല, ഇത് ചെയ്യരുത്, അത് എടുക്കരുത്, അത് കാണരുത്, അത് പിടിക്കരുത്, പോകരുത് എന്നെല്ലാം പറയുമ്പോൾ നമ്മളത് കേട്ട്, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് കേട്ട് അനുസരിക്കുമ്പോൾ മാത്രമേ അതിനനുസരിച്ചൊരു വിശദീകരണം നമ്മൾ വരുവുള്ളൂ. അപ്പൊ ദൈവം എങ്ങനെയാ സഹായിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ നാളോളം അത് ദൈവം നമുക്ക്. അപ്പൊ ഇങ്ങനെ എന്താ വായിച്ചത് നമ്മൾ? നല്ല താല്പര്യത്തിൽ യേശുക്രിസ്തു നാളോളം അതിനെ തികയ്ക്കും. അപ്പൊ യേശുക്രിസ്തുവിന്റെ നാള് ഹാലേലുയ എന്ന് പറയുന്ന കർത്താവിന്റെ ആ തിരിച്ചു വരൽ മേഘപ്രത്യക്ഷതയാണ് പറയുന്നെങ്കിൽ ആ നാളോളം ആര് ചെയ്യുന്ന വെച്ചാൽ ദൈവം നമ്മളെ സഹായിക്കും. ദൈവത്തിന്റെ സഹായത്താൽ നമ്മൾ ചെയ്തെടുക്കണം. ഹാലേലുയ. ഇപ്പൊ ദൈവത്തിന്റെ സഹായത്തോടു കൂടി നമ്മൾ അത് ചെയ്തെടുക്കുന്നതിന് അപ്പൊ നമ്മളുടെ ഒന്ന് ദൈവം ആരംഭിച്ച നല്ല പ്രവൃത്തി ഹാലേലുയ, അത് നമ്മുടെ ജീവിതത്തിൽ തന്ന രക്ഷ തന്നെയാണ്. ആ സാൽവേഷനെ കുറിച്ച് ആ നല്ല പ്രവൃത്തി എന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ നൽകിയപ്പെട്ട ഏറ്റവും നല്ല, ഇപ്പൊ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്റെ വാരെപ്പോഴും വരാനേ പറയും, നമുക്ക് എല്ലാത്തിനേക്കാട്ടും ഉപരിയായി ദൈവം തന്നേക്കുന്നത് ഭാഗ്യം എന്ന് വെച്ചാൽ അബ്ബാ പിതാവെ എന്ന് വിളിക്കും പുത്രത്തിന്റെ ആത്മാവിനെ നൽകിയതാ.
നമുക്ക് നൽകിയ നന്മകളുടെ ലിസ്റ്റൊക്കെ നമ്മൾ പറയുമായിരിക്കും. ഹാലേലൂയ, നല്ല ആരോഗ്യം തന്ന്, അല്ലെങ്കിൽ നല്ല കുടുംബം തന്ന്, അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം തന്ന്, അല്ലെങ്കിൽ നല്ല തലമുറകളെ തന്ന്, അല്ലെ അത് തന്ന് ഇത് തന്ന് എന്നൊക്കെ പറയും. പക്ഷെ അതിനെക്കാട്ടിയൊക്കെ ഏറ്റവും ഉപരിയായിട്ട് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ അബ്ബാ പിതാവി എന്ന് വിളിക്കുക നമുക്ക് പുത്രത്വത്തിന് ആത്മാവിന് ലഭിച്ചതാ. ദൈവം നമ്മളെ മക്കളാക്കി മാറ്റിയതാ, അല്ലെ അവകാശികളാക്കി മാറ്റിയതാ. അതാണ് നമ്മുടെ ജീവിതത്തിൽ. ഇനിയിപ്പോ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കാൻ നമുക്ക് ഒന്നും കിട്ടിയില്ലേലും നമ്മൾ ഭാഗ്യവാന്മാരാണോ എന്ന് വെച്ചാൽ ആണെന്ന് തന്നെ പറയാൻ പറ്റും. നമ്മൾ ബ്ലെസ്ഡ് ആണോ വെച്ചാൽ ബ്ലെസ്ഡ് ആണെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം നമ്മളൊരു നല്ല പ്രവൃത്തിയെ ആരംഭിച്ച നമ്മുടെ ദൈവമാണ്. അല്ലെ, ആ ദൈവത്തിന്റെ കരുണയാണ് നമ്മുടെ മേൽ വന്നത്. അല്ലെ, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തോരം ആൾക്കാർ നമ്മളെക്കാട്ടി നല്ലവർ, നമ്മളെക്കാൾ മിടുക്കർ, നമ്മളെക്കാൾ നമ്മളെക്കാൾ സാമ്പത്തികമുള്ളവർ, സൗന്ദര്യമുള്ളവർ, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവർ എല്ലാം ലോകത്തുണ്ടായിരുന്നു. ഭർത്താവിനും അല്ലെ യൂസഫ് അലിനെ, നമ്മുടെ ജോയി ആലുക്കോസിനെയും അല്ലെന്നെ പറയുകയാണെങ്കിൽ മുകേഷ് അംബാനിനെയൊക്കെ തെരഞ്ഞെടുത്ത പോരായിരുന്നു. പെട്ടെന്ന് സുവിശേഷമൊക്കെ എന്താ പറയാ സ്പ്രെഡ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുമായിരുന്നു. കാരണം വെച്ചാൽ അവരുടെ ഇഷ്ടംപോലെ സാമ്പത്തികമുണ്ട്, അവർ പറഞ്ഞാൽ കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഹാലയിൽ ആൾബലമുണ്ട്. അപ്പം ഇതെല്ലാം ഉള്ളപ്പം അവരെ ആരെങ്കിലും ചൂസ് ചെയ്താൽ പോരായിരുന്നു ദൈവത്തിന് പെട്ടെന്ന് സുവിശേഷം. നമ്മളെയൊക്കെ ഒന്നും ഇല്ലാത്ത, ആരും അറിയാത്ത, ഞാൻ പറഞ്ഞത് പെന്തക്കോസിലെ പി പോലും കേട്ടിട്ടില്ലാത്ത, കുടുംബത്തിൽ പോലും ആരും പേരും പറയാനില്ലാത്ത ഹാലേരിയ നമ്മളെയൊക്കെ പിടിച്ചെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ദൈവത്തിന്. അല്ലെ, പക്ഷെ ദൈവത്തിന്റെ മനുഷ്യന്റെ തെരഞ്ഞെടുപ്പ് പോലെയല്ല ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ അല്ല ദൈവം കാണുന്നത്. ഹാലേലൂയ. അപ്പൊ ദൈവം തന്നെ നമ്മളോട് പറഞ്ഞിട്ട്, എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ. ഹാലെ, നമ്മൾ നോക്കുമ്പോൾ ഈ ഭൂമിയിൽ എന്തൊക്കെയോ ആർക്കൊക്കെ എന്തൊക്കെയോ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യമുള്ള, അല്ലെങ്കിൽ അവർക്ക് ഹാലയിൽ ആരോഗ്യമുള്ളവർ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മൾ ഇവർ കൊള്ളായിരുന്നു കേട്ടോ, ഇവരായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് ഇത് നടന്നേനെന്നൊക്കെ നമ്മൾ ചെയ്തു. പക്ഷെ ദൈവം പറയും, അങ്ങനെ ആരും വേണ്ട. ആഹാബിനോട് പണ്ട് ഞാൻ ആലോചന അറിയിക്കാൻ വേണ്ടി അന്നവിടെ പ്രവാചകന്മാരൊന്നും ഇല്ലാതിരുന്നിട്ടൊന്നും അല്ല, പക്ഷെ ഞാൻ തിഷ്പേന ഒരു ഏലിയാവിനെ കൊണ്ടുവന്നെന്ന് പറയും. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് ചെയ്യിക്കാനായിട്ട്, ദൈവത്തിന് ദൈവത്തിന് ഇഷ്ടമുള്ളവരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഹാലേലുയ. അല്ലാതെ നമുക്ക് വെറുതെ അബദ്ധത്തിൽ നമ്മളിലേക്ക് രക്ഷ വന്നതൊന്നുമല്ല. ദൈവത്തിന് ഇഷ്ടമുള്ളവരെ, ദൈവം മുന്നറിഞ്ഞവരെ, ദൈവം കണ്ടവരെ, ഹാലേലൂയ, അവരെയാണ് ദൈവം വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്യുന്നത്. അപ്പം നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചത് ഏതെങ്കിലും ഒരു പാസ്റ്റർ വന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ, ഏതെങ്കിലും സഹോദരി ഒന്ന് ട്രാക്ടർ തന്നതുകൊണ്ടോ, ഒന്നുമല്ല. ദൈവം നമ്മളെ കണ്ടതുകൊണ്ടും ദൈവം തന്നെയാണ് നല്ല പ്രവൃത്തി നമ്മൾ ആരംഭിച്ച്. ഇനി സുവിശേഷം കേൾക്കുന്നവരെല്ലാം രക്ഷയിലേക്ക് വരാറുണ്ടോ? ഇല്ല. ഹാലേലിയ. ഇനി രക്ഷ എടുത്താൽ എല്ലാവരും സ്നാനപ്പെടാറുണ്ടോ? ഇല്ല. ഇനി സ്നാനപ്പെട്ട എല്ലാവരും പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കാറുണ്ടോ? അതുമില്ല. ഹാലേലൂയ. ഈ അഭിഷേകം പ്രാപിച്ച് ഹാലേലിയ ദൈവത്തിന്റെ ഹാലേലിയ വചനത്തിനനുസരിച്ച് ജീവിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. കൂട്ടായ്മ ആചരിക്കാറുണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല. ഹാലയിലെ കർത്താവിന്റെ ഹാലയിൽ ഇതിൽ പറഞ്ഞേക്കുന്ന ഓരോന്നും ഫോളോ ചെയ്യാനില്ല. ചില ആൾക്കാർ വിശ്വാസത്തിൽ വന്നിട്ട് വർഷങ്ങളായിട്ടും കൂട്ടായ്മയ്ക്ക് പോകത്തില്ല. കാരണം ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ഇരിക്കും, ഞാൻ ദൈവത്തെ അന്യഭാഷ എല്ലാം, പക്ഷെ കൂട്ടായ്മയ്ക്ക് പറഞ്ഞാൽ കൊന്നാൽ അവർ പോകത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പല പല കുറ്റങ്ങൾ പറയും. കൂട്ടായ്മയെ കുറിച്ച് അത് ശരിയല്ല, ഇത് ശരിയല്ല. പക്ഷെ ദൈവത്തിന്റെ ഇത് അപ്പോസ്തലന്മാരെ നമുക്ക് കാണിച്ചെന്ന് മാതൃകയാണ്. ഒരു കൂട്ടായ്മയെ ആചരിക്കണം, അപ്പം നുറുക്കണം, ഹാലേലൂയ, കർത്താവിന്റെ മേശ എടുക്കണം. ഇതൊക്കെ ഹാലേലൂയ പറഞ്ഞിരിക്കുന്ന അവർ നമുക്ക് കർത്താവ് പഠിപ്പിച്ച് അപ്പോസ്തലന്മാരെ ഫോളോ ചെയ്ത് നമുക്ക് കാണിച്ചു തന്നതാണത്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നവരാണ് ചെയ്ത് നമ്മൾ നിൽക്കണം. ഇപ്പം സാധാരണ കർത്താവിന്റെ മേശ എടുക്കുന്ന സമയത്ത് ചില ദിവസം വരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആൾക്കാര് ഹാലേലിയ മാത്രമേ എടുക്കുക. ചില ആൾക്കാർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് ഹാലേലിയ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നവരെ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയും. പലരും പറയുമ്പം പക്ഷേ ഇതിനകത്ത് ഇതെല്ലാം ഉണ്ട്. വിശുദ്ധിയും വേർപാടും വേണം നമുക്ക്. എങ്ങനെയൊക്കെ ഏതെങ്കിലും വഴിയിലേക്ക് ഓടിപ്പോയി എടുക്കാനുള്ളതല്ല കർത്താവിന്റെ മേശ. ഹാലേലൂയ. അവിടെ ഒരു ഒരുക്കം ഉണ്ടാകുന്ന ഹൃദയത്തിൽ ആയിരിക്കണം പോയി എടുക്കേണ്ടത്. കാരണം കർത്താവിന്റെ മേശ നമ്മുടെ കയ്യിലേക്ക് കഴിഞ്ഞ എപ്പോഴും ഞാനിങ്ങനെ സാജി മാത്യു പാസ്റ്റർ ഒരു മെസ്സേജ് കേട്ടിട്ടുണ്ടായിരുന്ന സമയത്ത് അവർ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് കർത്താവിന്റെ മേശ ആരും നമ്മുടെ കയ്യിലേക്ക് തന്നാലും അത് നമുക്ക് കർത്താവ് തരുന്നു. കർത്താവ് പറഞ്ഞതാ. ഞാൻ എൻ്റെ എന്ന് പറഞ്ഞാൽ കർത്താവ് വാഴ്ത്തി സ്തോത്രം ചെയ്ത് ഹാലേലിയ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. എന്ന് വെച്ചാൽ കർത്താവിന്റെ മേശയാണ്, യേശുവിന്റെ തിരുശരീരമാണ്, യേശുവിന്റെ തിരക്തമാണ്. ഈ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെന്ന് കർത്താവിന്റെ മേശയെക്കുറിച്ച് പറയാനല്ല എന്നത് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം എന്താ നമ്മൾ നടക്കുന്ന നല്ല പ്രവൃത്തിയാണ്. ഹാലേലൂയ. ഈ നല്ല പ്രവൃത്തി തുടങ്ങി വെച്ചത് ആരാന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യൻ തുടങ്ങി വെച്ചതല്ല, സർവശക്തനായ ദൈവം, അഖിലാണ്ടത്തെ ഉടയനായ സർവശക്തൻ തന്നെ തുടങ്ങി വെച്ചെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ നാളോളം അത് തികയ്ക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. തികയ്ക്കുക വെച്ച് വെറുതെ നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ കെടുത്ത് ഹാലേലി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ ഹാലേലി അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ നമ്മളങ്ങ് എടുക്കപ്പെടുമ്പോൾ നല്ല പറഞ്ഞേക്കുന്നത്. ആ നല്ല പ്രവൃത്തി ആരംഭിച്ചവന് ആ നല്ല പ്രവൃത്തിയെ നമ്മളെ കൊണ്ടുവന്നിട്ട് എടുപ്പിക്കുക.
ഹാലലിയ. നമ്മൾ ദൈവം നമ്മളെ തുടങ്ങിയതിനെ കുറിച്ച് പറഞ്ഞ ഒരു ഗുഡ് വർക്ക് എന്നാ പറഞ്ഞേക്കുന്നത്, ഒരു നല്ല പ്രവൃത്തി എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ നല്ല പ്രവൃത്തി നമ്മൾ ഉണ്ടാകണം. ഈ നല്ല പ്രവൃത്തിയിലായിരിക്കണം നമ്മൾ ജീവിക്കുന്നത്. ദൈവം തുടങ്ങി വെച്ചത് വെറുതെ വിളിച്ച് കസേരയുടെ എണ്ണം കൂട്ടാനോ ആൾക്കാരുടെ എണ്ണം കൂട്ടാനോ അല്ല ദൈവം തുടങ്ങിയേക്കുന്നത്. നമ്മൾ ദൈവം ആരംഭിച്ച ഒരു നല്ല പ്രവൃത്തി, ഒരു സാൽവേഷൻ നമ്മൾ തന്നെങ്കിൽ ആ സാൽവേഷൻ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ജീവിതത്തിൽ അതിനെ മാറ്റി വിശുദ്ധീകരണം നടക്കണം. അതാ ദൈവത്തിന്റെ നല്ല പ്രവൃത്തി. അതാ ആരംഭിച്ച ദൈവം അത് എത്തിക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചു. അവിടെ കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ല. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് കാര്യമില്ല. പിന്നീട് ഇങ്ങോട്ട് അന്നത്തെ കാലത്ത് അപ്പോസ്തലന്മാരുടെ ഉപദേശം അവർ കേട്ടിരുന്നു. ലൂയ, അവരതിന്റെ കൂട്ടായ്മ ആചരിച്ചിരുന്നു. അപ്പൊ ഉപദേശങ്ങൾ കേൾക്കണം. ഈ ഉപദേശങ്ങൾ നമ്മൾ മാറ്റം വരുത്തണം. നമ്മൾ മാറ്റം വരുത്തുന്നില്ലെങ്കിൽ, ആ സാങ്ക്ടിഫിക്കേഷൻ നമ്മൾ നടക്കുന്നില്ലെങ്കിൽ, ആരുടെ പ്രവൃത്തി നടക്കാത്തത് വെച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാത്തത്. അപ്പൊ ദൈവം നമ്മളോട് പറയുമ്പം നമ്മളത് കേട്ട്, ഞാൻ പറഞ്ഞ ഒരു പാർട്ട്ണർഷിപ്പാണിത്. നമ്മൾ മക്കളെ ഉപദേശിക്കും, മാതാപിതാക്കന്മാർ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ അത് കേട്ടിട്ട് അനുസരിക്കുന്നു. എന്താ, ഒരാൾ പറയുന്നു, ഒരാൾ കേട്ട് അത് അനുസരിക്കുന്നു, അതനുസരിക്കാൻ നമ്മൾ അവരെ സഹായിക്കുന്നു. ഇത് ചെയ്യുമ്പോൾ ഇത് രണ്ടുപേരും കൂടിയിട്ടുള്ള ഒരു കൂട്ടായ ഒരു പാർട്ട്ണർഷിപ്പിലാണ് നടക്കുന്നത്. അതുപോലെ ദൈവം നമ്മളോട് പറയുന്നു, നമ്മളത് കേൾക്കുന്നു, കേട്ടിട്ട് നമ്മൾ അനുസരിക്കുന്നു, അതനുസരിക്കാൻ നമ്മളെ ദൈവം സഹായിക്കുന്നു. ഹല്ലേലൂയ. ഇത്രേ കാര്യം നടക്കുമ്പോഴേ അവിടെ നമ്മൾ ദൈവം ആഗ്രഹിച്ച നല്ല പ്രവൃത്തി ആരംഭം അല്ല, അവസാനം വരെ കൊണ്ടുപോകുന്ന ദൈവം. ആ ദൈവത്തെ നമ്മൾ കേട്ട് അനുസരിക്കുന്നോളൂ. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമ്മൾ ആരംഭിച്ചതൊക്കെ കേട്ടു, ഞങ്ങള് കേട്ട് കേട്ടാ വന്നു, പക്ഷെ ഇനിയൊന്നും പറയണ്ട, ഞങ്ങള് കേൾക്കത്തില്ല. ഇതാണ് നമ്മൾ പറയുന്ന മറുപടി. ഓരോ ദിവസം കഴിയും തോറും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാറ്റങ്ങൾ വരണം. നമുക്കത് അങ്ങനെയാകണമെങ്കിൽ ന്യൂ ഇയർ ആകുമ്പോൾ എല്ലാവരും കുറെ തീരുമാനങ്ങളൊക്കെ എടുക്കും. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നത്, ഞാൻ മറ്റുള്ളവരെ മാത്രമല്ല പറയുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള ഒത്തിരി തീരുമാനങ്ങൾക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും. കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പോവും. പക്ഷേ വീണ്ടും നമ്മൾ എന്താ പറയുക, തെറ്റിപ്പോയി പഴയതിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് നമുക്ക് ഹാലയിലെ കൺട്രോൾ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ജയിക്കാൻ പറ്റാത്ത കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകും. ഹാലയിലൂയ. പക്ഷേ എന്നിട്ട് അവിടെ നമ്മൾ വീണ്ടും എന്താ പറയുക, അടുത്ത വർഷം എൻ്റെ പണ്ട് ഈ കള്ളുകൂടിയന്മാരുടെയും സിഗരറ്റ് വലിക്കുന്നവരുടെയൊക്കെ കാര്യം നമുക്കറിയാം. അവര് എല്ലാ വർഷം 31st ആകുമ്പോൾ അടുത്ത ന്യൂ ഇയർ തുടങ്ങിയിട്ട് ഞാൻ കുടിക്കുക, അതുകൊണ്ട് ഇന്ന് അങ്ങ് കുടിച്ച് തീർക്കുക എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട് പലരും. പക്ഷേ വീണ്ടും ന്യൂ ഇയർ ആകുമ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കാനാകും, പിന്നെ അതേപോലെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്ന നടക്കുകയാണ്. പക്ഷെ ഇതുപോലെ തന്നെയാണ് നമ്മൾ അവരെ പരിഹസിക്കുമ്പോൾ നമ്മളെ ഒന്ന് ശോധന ചെയ്ത് നോക്ക്. നമ്മളവരെ പരിഹസിക്കാറുണ്ട്, കളിയാക്കാറുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് എന്നും പറയുന്നില്ല, ഇതിനൊക്കെ നിർത്തും. പക്ഷെ നമ്മൾ ഇതുപോലെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ വലിയ പാപം പോയങ്ങ് ചെയ്യുന്നു എന്നല്ല ഞാൻ പറയും. പക്ഷെ ചില തീരുമാനങ്ങളിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയാറില്ല. ആരെന്ത് പറഞ്ഞാലും ഞാൻ ഈ മിണ്ടത്തില്ല, വാലിട്ട് കുത്തിയാലും മിണ്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷേ കുത്തി നോക്കാം, അപ്പൊ അറിയാം മിണ്ട ഇല്ലെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെയാണ് നമ്മൾ വാ തുറക്കത്തില്ല എന്നൊക്കെ പറയുന്ന തീരുമാനമൊക്കെ കാറ്റി പറന്നു പോകുന്നതാണ് ചില സമയത്തൊക്കെ. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ ബൈബിൾ വായിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കും. പക്ഷേ നമുക്കതൊന്നും പാലിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി, എനിക്കറിയത്തില്ല. ഞാൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് പാലിക്കാൻ. പക്ഷേ ചില ദിവസങ്ങളിൽ നമ്മൾ ഇന്ന് വായിക്കാൻ നമ്മൾ ഒരുപാട് ദൈവം ഇന്ന് വായിക്കാറുണ്ട്. കാരണം വെച്ചാൽ അത് ദൈവം നമ്മൾ ഇരുത്തി അതെ. പക്ഷേ അല്ലാതെ എല്ലാ ദിവസവും ഡെയിലി ഒരു 5-6 അധ്യായമൊക്കെ എന്തായാലും നമ്മൾ വായിക്കും. അത് ഓക്കെ, ഞാനല്ല. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് അത് കൂടാതെ എക്സ്ട്രാ നമ്മളൊക്കെ ചെയ്യണമെന്നാണ്. ചില പ്രാർത്ഥന സമയം ഇപ്പൊ നടക്കാൻ പോകുന്നുണ്ട്, 1 മണിക്കൂർ അങ്ങനെ പ്രാർത്ഥിക്കാൻ കിട്ടും എന്തായാലും. അപ്പം അല്ലെങ്കിലൊക്കെ നമ്മുടെ പ്രാർത്ഥനാ സമയമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുള്ള പ്രാർത്ഥനയാ. പേഴ്സണലായിട്ട് പ്രെയർ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ തീരുമാനങ്ങളാണ് എന്താ, പേഴ്സണലായിട്ടിരിക്കും, ദൈവസന്നിധി ഇരിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തോട് സംസാരിക്കണം, ദൈവം സംസാരിക്കുക കേൾക്കണം, ഇതൊക്കെ നമ്മൾ എടുക്കുന്നില്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ ചെയ്യാറില്ല. അപ്പൊ നമ്മൾ അവിടെ ലോകപ്രകാരം ജീവിക്കുന്ന ഒരുത്തൻ കള്ളുകുടിച്ച് നടക്കുന്നവനെ കളിയാക്കുമ്പോൾ നമ്മളതിനപ്പുറം ഞാൻ എപ്പോഴും നമ്മൾ ഇസ്രായേൽ പിറുവിറുത്തനെ കുറിച്ച് നമ്മൾ എപ്പോഴും പ്രസംഗിക്കുമ്പോഴോ അല്ലെങ്കിൽ വായിക്കുമ്പോഴൊക്കെ ഇവരെന്ത് ഇത്രയൊക്കെ ദൈവം ചെയ്തിട്ടും ഇവരൊക്കെ അത്ഭുതം ചെയ്തിട്ട് ഇവർ പിന്നെയും പിറുവിറുക്കുന്നല്ലോ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അതിനെക്കാട്ടും വലിയ പിറുവിറുപ്പുകാരായി പറയുന്നത്. വ്യക്തിപരമായിട്ട് നമ്മളെ തന്നെ ശോധന ചെയ്യുന്നൊക്കെ നമുക്കറിയാം. നമ്മൾ എത്രത്തോളം ആരെക്കാട്ടി ഇസ്രായേൽ ജനത്തെക്കാട്ടി എത്രത്തോളം അവിശ്വസ്തരും അവിശ്വാസം ഉള്ളവരും വിശ്വാസമില്ലാത്തവരും അവിശ്വാസികൾ ഒക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റും. ഓരോ സാഹചര്യം നമ്മുടെ വ്യക്തിപരമായ സാഹചര്യം വരുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് തിരിച്ചറിയുന്നത്. അപ്പം ഇവിടെയെല്ലാം നമ്മൾ കാണുന്ന കാര്യം നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം, ആ ദൈവം
ആവണം. നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ, നമ്മളതനുസരിച്ച് രൂപാന്തരപ്പെട്ട് വരാതിരിക്കുമ്പോൾ, നമ്മളതനുസരിച്ച് നമ്മളത്തെ മാറ്റം വരാതിരിക്കുമ്പോൾ, ഈ ചെയ്യിക്കാൻ നിൽക്കുന്ന ദൈവത്തെ പരാജയപ്പെടുത്തുന്ന പോലെ നമ്മൾ നമ്മുടെ കൊച്ചുങ്ങളെ നമ്മൾ പോയി ഉപദേശിക്കും, അല്ലെങ്കിൽ വഴക്ക് പറയുകയൊക്കെ ചെയ്തിട്ട് പിറ്റേ ദിവസം അവർ അത് തന്നെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ദേഷ്യം വരുത്തില്ലേ? അടുത്ത ദിവസം അത് ചെയ്ത് നമുക്ക് ദേഷ്യം വരും. നമ്മളെ പറയുന്നത് ഇതുങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കുന്നത്, നിങ്ങൾ അല്ലെങ്കിൽ നന്നാകത്തില്ലായിരിക്കും, അല്ലെങ്കിൽ കണ്ടില്ലേ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ദൈവം അങ്ങനെ പറയാൻ തുടങ്ങിയായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എത്ര അനുസരണക്കേട് കാണിച്ചാലും എത്ര വേണ്ടി, പക്ഷെ ദൈവം വീണ്ടും നമ്മളോട് പറഞ്ഞു. കാരണം നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദീർഘക്ഷമ. അതുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ച് നമുക്കില്ലാത്ത കാര്യം ദൈവത്തിനുള്ള കാര്യം ദീർഘക്ഷമയോടുകൂടി. ഹല്ലേലൂയ. ആമയും യേശു കർത്താവ് സുവിശേഷത്തിൽ പറയുന്ന പോലെ ഈ വർഷം കൂടെ നിൽക്കട്ടെ, ഈ വർഷം കൂടെ നിൽക്കട്ടെ, വെട്ടിക്കളയണ്ട, ഒന്നുകൂടെ വെള്ളം ഒഴിച്ചു നോക്ക, ഒന്നുകൂടെ ഇതുപോലെ നമ്മളും രക്ഷിക്കപ്പെട്ടവരാത്തവരെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ. പക്ഷെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് നമ്മളെ കുറിച്ച് ദൈവം തന്നെയായിരിക്കും പറയുന്നത്. കാരണം എന്താ? പറയുമ്പോൾ കേൾക്കാതെ. അപ്പൊ നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തു നാളും അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചു. യേശുക്രിസ്തുവിന്റെ നാളെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ കർത്താവിന്റെ വരവിങ്കൽ വരെ അത് എന്താ പറയാ, യേശുക്രിസ്തു അതിനെ തികയ്ക്കും. നമ്മളെല്ലാവരും അതില് ആ നമ്മളെ ആ എന്താ തുടങ്ങി വെച്ചിരിക്കുന്ന നല്ല പ്രവൃത്തിയെ അതൊരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കും. ദൈവം എത്തിക്കുമെന്ന് നമുക്ക് ഒന്ന് രണ്ട് ദൈവത്തിന്റെ ആ വിശ്വസ്തതയും ഒരു കാര്യം ഏറ്റെടുത്താന് പൂർത്തീകരിക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒന്ന് രണ്ട് വാക്യങ്ങളോട് വായിക്കാതിന്റെ ക്രോസ് റെഫറൻസ് പോലെ നമ്മുടെ 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന്റെ 23-24 വാക്യം വായിക്കാവോ? സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. അപ്പൊ നമ്മുടെ സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അപ്പൊ നമ്മളെ മുഴുവനായിട്ട് ശുദ്ധീകരിക്കുന്ന ആരെന്ന് വെച്ചാൽ നമ്മുടെ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. അവിടെ മുഴുവനും കുറച്ചല്ല, പൂർണ്ണമായും ശുദ്ധീകരിക്കും. എന്നിട്ട് പറയുന്നത് നിങ്ങളുടെ ആത്മാവ് എന്തൊക്കെയാ? നമ്മുടെ ആത്മാവ്, പ്രാണൻ, ദേഹം. ഇത് 3 ആകുമ്പോഴാ ഒരു മുഴുവനായിട്ട് ഒരു മനുഷ്യനാകാന്ന് വെച്ചാൽ. അപ്പൊ അത് മുഴുവനും ശേഷം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ പ്രത്യേകിച്ച് അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടും. അപ്പൊ നമ്മള് എന്തിനു വേണ്ടിയിട്ട് ഈ ശുദ്ധീകരണം നമ്മൾ നടക്കുന്ന? മുഴുവനായ ദൈവം ആത്മാവും പ്രാണനെയും ദേഹത്തെയും ദൈവം എന്തിനാ ശുദ്ധീകരിക്കുന്നത് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ നേരത്തെ പറഞ്ഞതുപോലെ വരവെങ്കിൽ വരെ പ്രത്യക്ഷത വരെ നമ്മളെ നിലനിർത്തി അല്ലെങ്കിൽ കാത്ത് സൂക്ഷിച്ച് വെടിപ്പാക്കി എന്താ പറയാ, വരുമ്പം നമ്മൾ എടുക്കപ്പെടണം. അതിനു വേണ്ടിയിട്ടാ ഇവിടെ പറയുന്നത് നമ്മുടെ ദൈവം. അവിടെയും ഇവിടെ പറയുന്നത് നമ്മുടെ സമാധാനത്തിന്റെ ദൈവം. നമ്മുടെ വിചാരം നമ്മളെ പ്രവർത്തി നമ്മളങ്ങ് നടത്തുന്നു അല്ല, ദൈവമാണ് നമ്മളിൽ പക്ഷെ ദൈവം നമ്മൾ നടത്തുമ്പം നമ്മളെന്താ നടക്കുക? ഇപ്പം കൊച്ചുങ്ങളെ കുളിപ്പിക്കാൻ കൊണ്ട് നിർത്തിയ കുളിപ്പിക്കുന്ന ആരാഴ്ച നമ്മളെ കുളിപ്പിക്കുന്നു. പക്ഷെ കുളിക്കാൻ കൊച്ചുങ്ങളെ നിന്ന് തരണം, എന്നാലേ നമുക്ക് കുളിപ്പിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? നമ്മൾ കുളിപ്പിക്കാൻ ബാത്റൂമിൽ കൊണ്ടിരുത്തിട്ട് നോക്കുമ്പോൾ ആള് മുറ്റത്ത് നിൽക്കുകയാണെങ്കിൽ കുളിപ്പിക്കാൻ പറ്റുമോ? പിന്നെ പിടിച്ചോണ്ട് ഇരുത്തിട്ട് നമ്മളൊന്ന് തിരിഞ്ഞ് എന്തെങ്കിലും എടുക്കുന്നതിന് ആളോടി പോവുകയാണെങ്കിൽ, പണ്ട കൊച്ചുങ്ങളെ കുളിപ്പിച്ചുള്ളവർക്ക് അറിയാം. പക്ഷെ എൻ്റെ മുക്ക് പിന്നെ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. വെള്ളം കണ്ട പിന്നെ അതിനകത്തുനിന്ന് ഇറങ്ങത്തില്ലെന്നുള്ള കയറത്തില്ല. അപ്പോൾ ഇതുപോലെ അപ്പോൾ നമ്മൾ കുളിപ്പിക്കാൻ നോക്കുന്ന സമയത്ത് ചില കൊച്ചുങ്ങളെ പിടിച്ച് നമ്മൾ കൊണ്ടിരുത്തും നോക്കുമ്പോൾ അവരോടി പോകും, പിന്നെയും പിടിച്ചോണ്ട്. അപ്പം ഈ കുളിപ്പിക്കാനായിട്ട് നമ്മൾ തയ്യാറായാലും കുളിക്കാനായിട്ട് അവർ നിന്ന് തരണം. ഇത് തന്നെ നമ്മുടെ ഇവിടെ പറയാം, ദൈവം പറയുന്നത് നമ്മൾ സമാധാന ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കും. അപ്പൊ ശുദ്ധീകരിക്കപ്പോ അപ്പൊ ദൈവം മുഴുവനായിട്ട് എന്താ ആത്മാവും പ്രാണനും ദേഹത്തെയും ദൈവം ശുദ്ധീകരിക്കാൻ റെഡിയാണ്. പക്ഷേ നമ്മളത് നിന്നു കൊടുക്കണം, അത് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അങ്ങനെയാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ അപ്പൊ എന്തിനു വേണ്ടി? കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നേരത്തെ പറഞ്ഞിട്ട് ക്രിസ്തുവിന്റെ നാളോളം ഹല്ലേലൂയ അവിടെ അത് നമ്മൾ അവിടെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ അവിടെ എടുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവിടെ പറയുന്നത് വെളിപ്പെടക്കാരൻ ഇവിടെ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവന് നിവർത്തി. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് ഇവിടെ നേരത്തെ പറഞ്ഞെന്താ? നമ്മുടെ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ യേശുക്രിസ്തു നാളോളം അതിനെ തികയ്ക്കും. ഹല്ലേലൂയ. ആ ഒരു വിശ്വസ്തത, ദൈവത്തിന്റെ ആ ഒരു വിശ്വസ്തതയും ഒരു കാര്യം തുടങ്ങിയാൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചും പറഞ്ഞ വിശ്വാസത്തിൽ നാഗനും പൂർത്തീകരിക്കുന്നവനും യേശു. തുടങ്ങിയിട്ട്
വഴിയിട്ടിട്ട് അയ്യോ ഇത് ശരിയാകത്തില്ല കേട്ടോ, ഇവിടെ കിടക്കണം എന്ന് പറഞ്ഞ് പോകുന്ന യേശുവിനെ കുറിച്ചല്ല പറഞ്ഞേക്കുന്നത്. നമ്മുടെ ദൈവത്തെ കുറിച്ച് ഹാലേലി. അത് അവ ഇവിടെ പറയുന്നത് ഒരു തെങ്ങളെ വിളിക്കുന്ന വിശ്വസ്തനാകുന്ന അവനത് നിവർത്തിക്കും. എങ്ങനെയൊക്കെ എങ്ങോട്ടൊക്കെ പോകാന്ന് നടക്കത്തില്ല മക്കളെ. നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം ചിലപ്പം തോന്നിയിട്ടുണ്ടോ ഇത് ശരിയാകത്തില്ലെന്ന് തോന്നൽ മനസ്സിൽ വരുമ്പോഴേ ദൈവം വിടുവോ? വിടത്തില്ല. കാരണം വെച്ചാൽ എനിക്കൊന്നും സത്യം പറയണ്ട, ഞാനൊക്കെ ഇത്രത്തോളം 10 വർഷമാകാൻ പോകുന്നു. അല്ല, മെയ് 5 ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് കർത്താവിനെ അറിഞ്ഞിട്ട് 10 വർഷമാവും. ഞാനൊക്കെ അത്ഭുതപ്പെടുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തോരം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഹാലേലൂയ ആമേ തീച്ചുള്ള അനുഭവങ്ങളൊക്കെ വന്നെങ്കിലും ഈ കർത്താവിനെ വിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്നതിനെ കുറിച്ച് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല. പണ്ട് ഞാൻ സാറാമാസ്റ്ററോട് എപ്പോഴും പറയും, പണ്ടൊക്കെ ഇങ്ങനെ നമ്മൾ ഈ വിഷയങ്ങളിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് എനിക്ക് 2020 മുമ്പ് കോവിഡ് തൊട്ട് മുമ്പാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സാമ്പത്തിക മേഖലയൊക്കെ അടഞ്ഞ് ഞാനിങ്ങനെ ഇതായി. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ ഈ മാസം എൻ്റെ വിടുതലിന്റെ മാസമായിരിക്കും, ഈ മാസം ദൈവം എനിക്ക് ചെയ്യും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. നമ്മൾ ഇരുന്നിട്ട് പ്രാർത്ഥന കഴിയുമ്പോൾ ആ മാസം എൻ്റെ ഞാൻ പറയും അടുത്ത മാസം ദൈവം ചെയ്യും. അടുത്ത മാസം ഇപ്പൊ 7 വർഷം, എത്ര വർഷം 7 വർഷം ആകുന്ന അപ്പോഴും ഹാലല്ല. അപ്പോഴൊക്കെ ഞാൻ ദിവസം എന്നിട്ട് ദൈവത്തോട് പറയും, ഇന്ന് 31 രാത്രി 12 മണിക്ക് എന്റെ കാര്യത്തെ വിടുതൽ തന്നില്ലെങ്കിൽ ഞാൻ നാളെ മുതൽ പ്രാർത്ഥിക്കത്തില്ല. കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അല്ല ഞാൻ പറഞ്ഞ കാര്യം. അപ്പം സത്യം പറഞ്ഞപ്പോൾ നമ്മുടെ ദൈവം വളർന്ന സ്വർഗത്തിൽ ചിരിക്കുമായിരിക്കും, എനിക്കതറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ പറഞ്ഞിട്ട് 1 പറഞ്ഞു ഞാൻ ചിലപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ റോഷിയായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞ നാളെ ഞാൻ പ്രാർത്ഥിക്കത്തൊന്നുമില്ല, എൻ്റെ കാര്യത്തിൽ തന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. പിറ്റേ ദിവസം രാവിലെ സാധാരണ 3 മണിക്ക് എഴുന്നേക്കുന്നത് അന്നേരം 2:30 ആകുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. കാരണം എന്നിലൊരു നല്ല പ്രവൃത്തി ആരംഭിച്ച് എൻ്റെ ദൈവത്തിനറിയാതെ എങ്ങനെ കൊണ്ടുപോകണം. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്താലും ആ തീരുമാനം അല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഹാലേലിയ. നമ്മളെന്ന് വെച്ച് പ്രാർത്ഥിക്കുക എന്തുവരെ നമ്മുടെ പ്രേയർ തുടങ്ങി ഇതുവരെ നമ്മൾ ഈ വയ്യാഴി ഉണ്ട്, എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടോ, അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഒരിക്കൽ പോലും ഇത് മുടങ്ങിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് തുടങ്ങിയ ദൈവമാണ് നമുക്ക് അതുകൊണ്ട് ഉറപ്പുള്ളത്. നമ്മളെ അപ്പൊ നമ്മൾ എത്രയൊക്കെ തീരുമാനം എടുത്താൽ എന്തൊക്കെ മാറിപ്പാരും, പക്ഷെ നമ്മൾ ആരംഭിച്ച പ്രവൃത്തിയെ പൂർത്തീകരിക്കാൻ വിശ്വസ്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെയൊക്കെ കഴിവോ മിടുക്കോ അല്ലെങ്കിൽ ഭയങ്കര ദൈവത്തോടുള്ള ഭക്തിയോ ഭയോ ഏതാണ്ടൊക്കെ കൊണ്ട് നമ്മളിരിക്കുന്നു. ഒന്നും അല്ലെന്നേ. ഞാൻ പറയാം, എഴുന്നേറ്റില് അടിച്ചുണർത്തുന്ന ആൾക്ക് അടിയിട്ടിട്ടുണ്ട്, തട്ടി ഉണർത്തും ഹായ വന്നിട്ട്. കാരണം വെച്ചാൽ എഴുന്നേക്കണം. ഒരു മനുഷ്യൻ വന്നിങ്ങനെ തട്ടിയിട്ട് എഴുന്നേൽപ്പിക്കുന്നതിനൊക്കെ നമ്മൾ ചാടി എഴുന്നേറ്റിട്ടുണ്ട് ഹാലയിൽ. കാരണം വെച്ചാൽ ദൈവത്തിനറിയാം ഹാലിൽ എഴുന്നേൽപ്പിക്കാനായിട്ട്. ചില ദിവസങ്ങളിൽ നമ്മൾ ഉറങ്ങാൻ ദൈവം തന്നെ ഉറങ്ങട്ടെ എന്ന് വിചാരിക്കുന്ന നമ്മൾ ഉറങ്ങുന്നില്ലെങ്കിൽ നമ്മൾ ഉറങ്ങത്തില്ല, നമ്മൾ എഴുന്നേക്കുന്നേ, നല്ല ഉറപ്പായിട്ട് എഴുന്നേക്കും. കാരണം വെച്ചാൽ കർത്താവ് തുടങ്ങിയത് നമ്മളിലേക്ക് പ്രവർത്തികൾ. അപ്പൊ നമ്മളിവിടെ പറയുന്ന ഇവിടെയും ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് ഹാലേലിയ പറഞ്ഞേക്കുന്ന നമ്മളെ ഹാലേലിയ പറഞ്ഞ് നിങ്ങളെ വിളിക്കുന്ന വിശ്വസ്തനാകുന്ന അവൻ അത് നിവർത്തിക്കും. അപ്പൊ നമ്മളിൽ ഒരു നിവർത്തിപ്പ് നടത്തുന്ന യേശു കർത്താവ് തന്നെയാണ്. ഹാലേലൂയ. റോമാലേഖനം 8:28-29 വാക്യം വായിക്കും. 8:28-29. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുവിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ആമേൻ. സ്തോത്രം. പറയുന്നത് 28-ാം വാക്യത്തിൽ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാർ ആദ്യജാതനാകേണ്ട അവരുടെ സ്വരൂപത്തോട് അനുരൂപമാക്കാൻ മുൻ നിയമിച്ചു വിളിക്കുന്നു. അപ്പൊ നമ്മളെ യേശു ക്രിസ്തുവിന്റെ ഇമേജ് തന്നെ നമ്മളെല്ലാവരും അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. അപ്പൊ യേശു കർത്താവിന്റെ ഇമേജിലേക്ക് നമ്മൾ വരണം. അതിനാ ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്.
അപ്പം ചില ദിവസം വരെ നമ്മളൊക്കെ ഭൂമിയിൽ നിൽക്കുന്ന ക്രിസ്തുവാണ്, യേശു ക്രിസ്തു തന്നെയാണ് നമ്മൾ. ഹാലയില്ലേ, അങ്ങനെയാ നമ്മളെ കണ്ണച്ച ചിലരൊക്കെ കളിയാക്കുകയും അത് ട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന കേറക്കുണ്ട്. പക്ഷെ അല്ലെന്നേ, ശരിക്കും അതെ, നമ്മൾ ക്രിസ്തുവിന്റെ അംബാസഡേഴ്സ് എന്ന് പറയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ എന്ത് ചെയ്തു അത് ചെയ്യാൻ തന്നെ നമ്മളാക്കി. അത് അങ്ങനെ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ദൈവം നമ്മളെക്കുറിച്ച് ആരംഭിച്ച നല്ല പ്രവൃത്തി എന്തിനു വേണ്ടി വെച്ചാൽ നമ്മളെ എല്ലാം ക്രിസ്തുവിന്റെ ഇമേജ് ആക്കി തന്നെ മാറ്റണം. അവന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകണം. ഇതിന് തന്നെ വിളിച്ചേക്കുന്നത്. അപ്പൊ നമ്മള് ക്രിസ്തുവാന്ന് പറയുന്നുണ്ടോ യേശുവാന്ന് പറയുന്നത് കൊണ്ടോ ഹാലേലി, അല്ലെങ്കിൽ അതുപോലാണെന്ന് പറയുന്നത് യേശുവാന്ന് പറയുന്നതെന്ന് നടക്കരുത്. കാരണം കർത്താവ് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്ത്യകാലമാകുമ്പോൾ ഞാനാന്ന് എൻ്റെ പേരെടുത്തോണ്ട് പലരും നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നൊക്കെ പറയും. പക്ഷെ അല്ല, പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്തു അല്ല, പക്ഷെ ക്രിസ്തുവിന്റെ ഇമേജ് ആണെന്ന് വെച്ചാൽ അമ്മ യേശു ക്രിസ്തുവിനെ പോലെ നമ്മളെ കാണുന്ന കർത്താവിനെ കാണണം. ഇത് തന്നെ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന കാര്യം വെച്ചാൽ അത് ഇവിടെ പറയുന്നത് ഹാലേലി എന്താ പറയാ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന നിർണയപ്രകാരം വിളിക്കേണ്ട സകലതും തന്നെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന. അപ്പൊ നമ്മളിത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഡെലിവറൻസിന്റെ സമയത്ത് അല്ലെങ്കിൽ വിശ്വാസം അതിന് വേണ്ടിയിട്ട് പറയുന്നൊരു വാക്യമാണ് പക്ഷെ ഇവിടെ ദൈവം ആഗ്രഹിക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരൻ ആദ്യജാതന. അപ്പൊ മുന്നറിഞ്ഞവരെ ആരെ വിളിച്ചത്? നേരത്തെ പറഞ്ഞ കണക്ക് അബദ്ധത്തിലൊരു പാസ്റ്റർ വന്നതുകൊണ്ടോ ഒരു സുവിശേഷം ട്രാക്ട് തന്നതുകൊണ്ടോ ആരെങ്കിലും വന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ടോ ഒന്നും അല്ല, നമ്മളെ മുന്നറിഞ്ഞവരാ നമ്മൾ. എന്തിനാ നമ്മളെ മുന്നറിഞ്ഞ വെച്ചാ നമുക്കിടെ കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ മൂത്ത സഹോദരനായി മാറണം. അതിനുവേണ്ടി നമ്മളെ ആക്കണം, മക്കളാക്കണം. ആ ഇമേജോട് അനുരൂപമാക്കണം. അപ്പൊ കർത്താവിന്റെ ഇമേജ് പോലെ തന്നെ ആ കർത്താവിന്റെ പ്രതിമ എങ്ങനെയാണ്, കർത്താവ് എങ്ങനെയാണ് പ്രതിമ എന്ന് പറയുമ്പോൾ പോയിട്ട് സ്റ്റാച്യൂയിൽ നോക്കരുത്. നമ്മൾ കർത്താവ് എങ്ങനെയാണ് അതേ രൂപത്തോട്, ഹാലലിയ, അതേ രൂപത്തോട് തന്നെ നമ്മൾ സാദൃശ്യമാകണം. അത് നമ്മൾ എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മളെ ഇവിടുന്ന് എടുക്കപ്പെടുന്ന സമയത്ത് ശരിക്കും നമ്മളെല്ലാവരും ഒരേപോലെ ആകി തീരുമെന്നൊക്കെ ആണ് നമ്മൾ വിശ്വാസം. പക്ഷേ കർത്താവിന്റെ ഇവിടെ പറയുന്ന കർത്താവിന്റെ ഇമേജ് അതേപോലെ താടിയും മീശയും വളർത്തി നിൽക്കുന്നല്ല, നമ്മൾ ശരിക്കും കർത്താവിന്റെ സ്വഭാവം നമ്മൾ ഉണ്ടാകണം. നമ്മളെ കാണുന്നത് ക്രിസ്തുവിനെ കാണുന്ന വെച്ചാൽ നമ്മളിൽ ക്രിസ്തുവിന്റെ മുഖം കാണണമെന്നല്ല പറയുന്നത്. നമ്മളിൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ ക്രിസ്തുവിനോട് അനുരൂപര മറ്റുള്ളവർക്ക് പറയണം, മറ്റുള്ളവരുടെ വായിന്ന് കേൾക്കണം. പണ്ടത്തെ കാലത്ത് ഈ ദൈവദാസന്മാരൊക്കെ ഒന്ന് നടന്നു പോയി കഴിഞ്ഞാൽ, അവരൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ, അവരൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ അവർക്ക് ഡെലിവറൻസ് ആയി മാറും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇവിടെ കടന്ന് ഒച്ച ഉണ്ടാക്കിയ ബഹളം ഉണ്ടാക്കിയപ്പോലും ഡെലിവറൻസ് ആകുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ അങ്ങനെയല്ല ഇന്നും. യേശു കർത്താവിന് ഒരു മാറ്റവും ഇല്ല, നമ്മുടെ ദൈവത്തിനൊരു മാറ്റവും ഇല്ല. നമ്മുടെ ദൈവം പന്നും ഇന്നും എന്നും എന്നേക്ക് വനനീയം തന്നെയാണ്. ആ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ അതുപോലെ ആകണം. ഇവിടെ പറയുന്ന ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകണമെന്ന് തന്നെ പറയുന്നത്. ഇവിടെ പറയുന്നത് അവൻ മുന്നറിഞ്ഞ തന്റെ പുത്രൻ അനേക സഹോദരൻ ആദ്യജാതയാണ് അവനെ സ്വരൂപത്തെ അനുരൂപകൻ മുൻ നിയമിച്ചു വരിക്കുന്നത്. അപ്പൊ നമ്മളെ മുൻ അറിഞ്ഞവൻ ദൈവം നേരത്തെ പറഞ്ഞ് നമ്മളെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. അപ്പൊ അതുകൊണ്ട് മുൻ അറിഞ്ഞ് നമ്മളെ വിളിച്ച് വേർതിരിച്ച് നമ്മളെ മക്കളാക്കി മാറ്റിയത് എന്തിനാ? ഓരോ ദിവസം കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുഴുവനായിട്ടൊരു ശുദ്ധീകരണം നമ്മൾ നടക്കണം. അപ്പൊ ഈ മുഴുവനായിട്ട് ശുദ്ധീകരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ആരും പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ട് മാത്രമേ ഉള്ളൂ. നമ്മളുടെ സാങ്ക്ടിഫിക്കേഷൻ ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കണം. അത് ഞാൻ പറഞ്ഞ പാർട്ട്ണർഷിപ്പാണ്. അത് ദൈവം നമ്മളും തമ്മിലൊരു പാർട്ട്ണർഷിപ്പിലാണ് നടക്കുന്നത്. ഒരാൾ മാറി നിന്ന് ചെയ്യാൻ പറ്റത്തില്ലത്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ എല്ലാവർക്കും അറിയാലോ. കാരണം രണ്ടോ മൂന്നോ പേരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ചെയ്യുമ്പോൾ അവരുടെയൊക്കെ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും അവരുടെ ഈ വഴിയും ഒക്കെ ഒന്നായിരിക്കണം. അല്ലെങ്കിൽ 3 പേർക്ക് 3 അഭിപ്രായം, 3 ഭാഗത്തേക്ക് ബിസിനസ് പൊളിഞ്ഞു പോകുമെന്ന് പറയുന്ന നമ്മൾ തന്നെയാണ്. നമ്മൾ കർത്താവും നമ്മളുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിലാണ് നമ്മൾ ഓരോ ദിവസവും സാങ്ക്ടിഫിക്കേഷൻ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കേൾക്കാതെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കുഞ്ഞിനെ കുളിപ്പിക്കാൻ പിടിച്ചുകൊണ്ട് എത്തി കഴിഞ്ഞാൽ നമ്മൾ കുളിപ്പിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ കുഞ്ഞ് നിന്ന് തരണം. ഇന്ന് പറഞ്ഞ പോലെ നമ്മൾ ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മളെ നടക്കുന്ന ആ നല്ല പ്രവൃത്തിയെ നമ്മൾ തികയ്ക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് അവിടെ പറഞ്ഞ അവൻ അനേക സഹോദരൻ ആദ്യജാതന അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ നിയമിച്ചു. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ വർക്ക് എന്താന്ന് ചോദിച്ചാൽ നമ്മളെ ഓരോരുത്തരെയും ബിലീവേഴ്സിനെ വിശ്വാസിൽ ഓരോരുത്തരെയും കർത്താവിന്റെ ഇമേജ് ആക്കി മാറ്റുക തന്നെയാണ്. എന്നുവെച്ചാ ഇപ്പൊ നമ്മൾ എവിടെങ്കിലും ചെന്ന് നിൽക്കുമ്പോൾ ദൈവം അവിടെ നിന്ന് പറയുന്നതാ, എന്റെ മകൻ താൻ നിപ്പുണ്ട്, ഹാലേലൂയ.
എന്ന് പറയുമ്പം നമ്മൾ ആരാ? ദൈവത്തിന്റെ മക്കളായിട്ട് തന്നെ നമ്മൾ അറിയപ്പെടേണ്ടത്. അവിടെ നിൽക്കും പിശാച് നമ്മളെ കാണുമ്പോൾ എന്താ ഓടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പോകുന്ന പറയുമ്പോൾ പോകുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ കണ്ടോണ്ടല്ല പോകുന്നത്, നമ്മളെ ക്രിസ്തുവിനെ കണ്ടോണ്ടാ പോകുന്നത്. ഹല്ലേലൂയ. അവൻ പല ദിവസന്മാരും പറയും പറയും പല പ്രാവശ്യം പറഞ്ഞിട്ട്, നമ്മൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. എന്താ? നമ്മൾ മറഞ്ഞിരിക്കുന്നോണ്ട് പലപ്പോഴും നമ്മളെ നോക്കുമ്പോൾ ക്രിസ്തുവിനെ കാണുന്നുണ്ട പലതൊക്കെ നമ്മളെ നേരെ വരാതൊക്കെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിത് അറിയുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ ആരാണ് അപ്പം ദൈവം എന്തിനു വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നു? ഓരോ ദിവസം നമ്മൾ എന്ത് നടക്കുന്നു, അത് എന്തിനു വേണ്ടിയാണ് ഇതെന്ന് നമ്മൾ എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ, ആദ്യം ബാക്കി വായിച്ച വാക്യത്തിൽ പറഞ്ഞ പോലെ തന്നെ, ക്രിസ്തുവിന്റെ നാളോളം, കർത്താവിന്റെ വരവോളം, ഹല്ലേലൂയ, ആ കർത്താവിന്റെ തിരിച്ച് മടങ്ങി വരവോളം ഇതിനെ തികയ്ക്കണം. അതിനുവേണ്ടി ഈ പ്രവൃത്തികളൊക്കെ നടക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അടുത്ത ഒരു വാക്യം, 1-2 വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. അടുത്തത് ഫിലിപ്പിയർ ലേഖനം തന്നെ 2:18 അല്ല 12-13. ഫിലിപ്പിയർ 2:12-13. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താ പൗലോസ്? ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും, ഹല്ലേലൂയ, നിങ്ങൾ എന്താ പറയുന്നത്? പ്രവർത്തിക്കുക എന്നതും നിങ്ങൾ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പം ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മളിൽ, ഹല്ലേലൂയ, ആരാ? ദൈവമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു സാൽവേഷൻ ആണെങ്കിലും സാങ്ക്ടിഫിക്കേഷൻ ആണെങ്കിലും, ഹല്ലേലൂയ, എന്താണെങ്കിലും, ഹല്ലേലൂയ, ആരാ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളത് ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദൈവമാണ്. ദൈവത്തിന്റെ ഇഷ്ടം ഉണ്ടായിട്ട് നമ്മളോട് ചെയ്യുന്നത്. ദൈവത്തിന് എന്തുകൊണ്ട്? നമ്മളോട് സ്നേഹം ഉണ്ടായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ പറയുന്ന, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ച പോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികം ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. അപ്പൊ ഇവര് രക്ഷിക്കപ്പെട്ടവർക്കാണ്, ഇത് സഭയ്ക്കാണ് എഴുതിയേക്കുന്നത്. അപ്പൊ രക്ഷിക്കപ്പെടാത്തവർക്കല്ല. പക്ഷെ ഇവിടെ രക്ഷയ്ക്കായി വീണ്ടും പറഞ്ഞ് പ്രവർത്തിക്കണം. അല്ലെ? അപ്പൊ നമ്മളൊന്ന് രക്ഷിക്കപ്പെട്ടു എന്ന്, ഒരു സാൽവേഷൻ നമ്മൾ നടന്നു എന്ന് വിചാരിച്ചിട്ട് പൂർത്തീകരണം എത്തിയിട്ടില്ല എന്നാണ് അവിടെ വ്യക്തമാക്കുന്നത്. എന്നിട്ട് അടുത്ത പൗലോസ് കൂട്ടിച്ചേർക്കുന്നു, എന്താ പറയാ, രക്ഷിക്കുക എന്നിട്ട് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട്. അപ്പൊ നമ്മളിൽ ദൈവത്തിന് ഒരു ഇഷ്ടം ഉണ്ടായിട്ട്, ഹല്ലേലൂയ, നമ്മളത് പ്രവർത്തിക്കുന്നത്, ദൈവം അത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ്? ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. ഇവിടെയും പറയുന്നത് തന്നെ ദൈവത്തിന്റെ ആ ഒരു വിശ്വസ്തതയെക്കുറിച്ചും ദൈവത്തിന്റെ ഒരു പൂർത്തീകരണത്തെക്കുറിച്ചും അവിടെ പഠിപ്പിക്കുന്ന. നമ്മളിപ്പോ ഓരോ കാര്യങ്ങൾ ആരംഭിച്ച ദൈവം, നമ്മൾ ആദ്യം കുറിവാക്യമായിട്ട് വായിച്ചതിനകത്ത്, നിങ്ങളെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സകല പ്രായപ്പോഴും സന്തോഷം എന്നതുപോലെ നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ച് യേശുക്രിസ്തു നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചു. അപ്പൊ നല്ല പ്രവൃത്തി ആരംഭിച്ചു യേശുക്രിസ്തു നാളോളം തികയ്ക്കും. ഹല്ലേലൂയ. അപ്പൊ കർത്താവായ യേശുക്രിസ്തു നാളോളം നമ്മളെ വരവോളം നമ്മളെ നിർത്തുന്നത്, അത് തികച്ചു നിർത്തുന്നത് ദൈവമാണ്. ആ ദൈവത്തിന്റെ ഒരു വിശ്വസ്തതയെ കുറിച്ചാണ് പറയുന്നത്. ആരംഭിച്ചിട്ട് എവിടെയെങ്കിലും ഇട്ട് കളഞ്ഞിട്ട് പോകുന്നല്ല. നമ്മൾ പലരും ഭൂമിയിൽ പലരും നമ്മളോട്, അയ്യോ നമ്മളെ എപ്പോഴും കൂടെ ഉണ്ടാകും, മരണം വരെ പിരിയത്തില്ല, അല്ലെങ്കിൽ എന്ത് കാര്യം വന്നാലും ഞാനുണ്ടാവും എന്നൊക്കെ പറഞ്ഞേക്കുന്ന വാഗ്ദാനമൊക്കെ ചെയ്ത ആൾക്കാരൊക്കെ എത്ര പേര് നമ്മുടെ ലൈഫിൽ നിന്നൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? പിരിയാൻ പറ്റത്തില്ല. ചിലരൊക്കെ ആണെങ്കിൽ പറയും നമ്മൾ എന്താണെങ്കിലും നമ്മൾ മരണം വരെ പിരിയത്തില്ലെന്നൊക്കെ പറഞ്ഞവരൊക്കെ വല്ല ഫോൺ ചെയ്യാറുണ്ടെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ഹല്ലേലൂയ. ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാര് പോലും എന്താ പറയാ, കല്യാണം ഉടമ്പടി ചെയ്യുമ്പോൾ സുഖത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാത്തിലും എന്താ പറയാ കൂടെ ഉണ്ടാകും. മരണത്താലല്ല നമ്മളെ വേർപിരിക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്നവരെ വേർപിരിയുന്നില്ലെന്ന് പറയുന്നത് ഫാമിലി കോർട്ടൊന്ന് പോയി നോക്കിയാൽ മതി. ഓരോ ദിവസങ്ങളിൽ എത്ര കേസ് നടക്കുന്നെന്നുള്ള കാര്യം. എന്തൊക്കെ കാര്യം പറഞ്ഞാൽ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ വേർപിരിയുന്നത്. കാരണം വെച്ചാൽ എല്ലായിടത്തും എല്ലാ ലൈഫും എല്ലാ മനുഷ്യരും തമ്മിലുള്ള ബന്ധങ്ങളിലെല്ലാം ഭയങ്കര കണ്ടീഷൻസ് നിറഞ്ഞതാണ് ആ സ്നേഹം. ആ കണ്ടീഷൻസും തെറ്റിപ്പോയി കഴിഞ്ഞാൽ അപ്പൊ തീർന്നു. കുഞ്ഞുങ്ങളെ വളർത്തുന്ന മാതാപിതാക്കന്മാർ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിക്കുന്നു, വളർത്തുന്നു, ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ അത് നോക്കുന്നു എന്ന് പറയാം. അതുകൊണ്ട് എന്താ പറയുന്നത്? ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം, അല്ലെങ്കിൽ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞ് കണ്ടീഷൻസ് നമ്മൾ. ഭാര്യയാണ് ഭർത്താവിനും, ഞാൻ നേരം വിളക്കുമ്പോൾ വീട്ടിൽ കിടന്ന് പണിയെടുക്കുന്നു, ഇതെല്ലാം ചെയ്തു തരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താ? അതുകൊണ്ട് നല്ല വാക്ക് പറയണം, പുകഴ്ത്തണം, അല്ലെങ്കിൽ സന്തോഷിക്കണം. ഭർത്താവാണ് എന്ന് പറയും,
ഈ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കാശൊക്കെ കൊണ്ട് ഇത്ര കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാനല്ലേ, അതുകൊണ്ട് തന്നെ കാണുമ്പോൾ റെസ്പെക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇതേ പറയും എല്ലായിടത്തും പാസ്റ്റർമാരാണെങ്കിൽ എന്താ പറയാ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ, ഇടിവ് നിൽക്കുന്നില്ലേ, ചുമ്മാ ഞങ്ങൾ ഇരിക്കുകയാണോ? അതുകൊണ്ട് വിശ്വാസികളൊക്കെ കാണുമ്പോൾ പ്രൈസലോടൊക്കെ പറഞ്ഞ് സന്തോഷിക്കും. വിശ്വാസികളാണെങ്കിലോ ഞങ്ങളൊക്കെ വരുന്നോണ്ടല്ലേ മാസ്റ്റർ സഹോദരക്കുന്ന ടൈറ്റ് തരുന്നില്ല, ഓഫറും തരുന്നില്ല. ഇതൊക്കെ നമ്മുടെ നമ്മൾ എല്ലാ ലൈഫ് ഫ്രണ്ട്ഷിപ്പിനും എല്ലാ ജീവിതത്തിനും ഹാലിൽ മനുഷ്യർ തമ്മിൽ, ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും തമ്മിൽ ഹാലിൽ. അതിപ്പോ എനിക്ക് ഒരു കണ്ടീഷനില്ല സിസ്റ്റർ, ഞാൻ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാന്ന് പറഞ്ഞാൽ സാറാമ്മ സിസ്റ്റർ കാണുന്ന ആളെ പറഞ്ഞ് ഞാൻ ചിരിക്കാതിരുന്നു നോക്കണം. അപ്പോഴേ സാറാമ്മ സിസ്റ്റർ പറയുന്നത് ആ മിനി സിസ്റ്റർ ഇപ്പം എന്നെ കാണുന്ന മൈൻഡ് പോലും ചെയ്യുന്ന, പിന്നെ ഞാനെന്തിനാ കയറുന്നിരിക്കും അല്ലേ? എല്ലാവർക്കും വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, പിന്നെ ഞാൻ എന്തിനാ വരുന്നത്? ഇതാണ് നമ്മുടെയൊക്കെ ലവ് എന്ന് വെച്ചാൽ, സ്നേഹം എന്ന് വെച്ചാൽ കണ്ടീഷൻസ് നിറഞ്ഞതല്ലേ. അല്ല, ഈ കണ്ടീഷൻസ് ഇല്ലാതെ സ്നേഹിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ ദൈവം മാത്രമാണ്. നമ്മൾ കണ്ടീഷൻസ് വെച്ച് സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്നു. ആ ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മളെ ഹാലലിയ ഓരോ ദിവസം കഴിയും തോറും നമ്മളെ എങ്ങനെയൊക്കെ മാറിപ്പോയാലും തെറ്റിപ്പോയാലും ദൈവത്തിന് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, എന്താ പറയാ, കർത്താവിന്റെ നാളോളം ഇവരെ തികച്ചെനിക്ക് കൊണ്ടുവന്ന് നിർത്തണം ഹാലയില്. എന്നിട്ട് നിർത്തിയപ്പോ അവിടെ എത്തണം നമ്മൾ ഹാല. അതിനു വേണ്ടിയിട്ട് ദൈവം നമ്മൾ ആരംഭിച്ച നല്ല പ്രവൃത്തി. അത് ദൈവം എത്രത്തോളം ഹാല നമ്മളില് അല്ല ഇവിടെ പറയുന്നത് അത് തന്നെ, ഇച്ഛിക്കുന്ന പ്രവർത്തിക്കുന്നത് നിങ്ങൾ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തി. അപ്പൊ ഇച്ഛിക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളിവിടെ ഉറക്കമൊക്കെ കളഞ്ഞു, അയ്യോ നമ്മൾ ഭയങ്കര മറ്റുള്ളവർ കണ്ട, മറ്റുള്ളവരാരും എഴുന്നേറ്റില്ല, അവർ വന്നില്ലല്ലോ പ്രാർത്ഥന, ഞങ്ങൾ വന്നില്ലേ എന്നാണ്. പക്ഷെ അല്ലെന്നേ, ദൈവം നമ്മളെ പൊക്കി എടുത്ത് കൊണ്ടുവന്നിരുത്തുന്നതാ അല്ലേ, ദൈവം നമ്മൾ ഉണർത്തിക്കൊണ്ടിരുത്തുന്നതാ. ആ മീൻസ് ഇപ്പൊ നമ്മള് ഇവിടെ മെസ്സേജ് പറയുന്നവർക്കെല്ലാം അറിയാം, ഒരു മെസ്സേജ് അറിയാൻ പ്രിപ്പറേഷൻ വേണം അല്ലേ. ചിലപ്പോൾ എല്ലാവരും അന്തേക്ക് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉണർന്നിരുന്നിട്ട് അല്ലെങ്കിൽ ഒന്ന് വായിച്ച്, അല്ലെങ്കിൽ ദൈവത്തോട് ചോദിച്ച്, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്താൽ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ നമ്മൾ കയറിയിരിക്കും. നല്ലതിരുന്നാലും ദൈവം വചനം തരും, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും നമുക്കൊരു മനസ്സിലൊരു ഇതുള്ളതുകൊണ്ട് പ്രിപ്പറേഷനൊക്കെ നമുക്കുണ്ടാവും. ആമീൻ. ഇതൊക്കെ ചെയ്യുമ്പം അപ്പൊ മറ്റുള്ളവരെല്ലാം കിടന്ന് ഉറങ്ങുവാണല്ലോ, ഞാൻ മാത്രമേ ഇത് ചെയ്യുന്നു അല്ല, നിന്നെ ദൈവം ഇരുത്തി ചെയ്യിക്കുന്ന അത്. ഹാലേലിയ. ആമീൻ. നമുക്കൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറയാം, പലപ്പോഴും ഞാൻ ഉറക്കത്തിൽ കിടക്കുമ്പോഴൊക്കെ എന്നോട് ദൈവം ചിലരെ കാണിച്ചു തന്നെ ഇത് പ്രാർത്ഥിക്കാം. നമ്മൾ വിഷയം ഒന്നും അറിയത്തില്ല, പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വിടുതൽ നടക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തിന് അങ്ങ് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാതെ അങ്ങ് ചെയ്യാൻ പാടില്ല. ദൈവത്തിന് ചെയ്യാം, പക്ഷെ ദൈവം അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഭൂമിയിൽ ദൈവം ഒന്നും നേരിട്ട് ചെയ്യാതെ നമ്മളാകുന്ന മനുഷ്യരിലൂടെ ദൈവം ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മളെ കൊണ്ട് ചെയ്യും. അപ്പൊ ഇച്ഛിക്കുന്ന പ്രവർത്തിക്കുന്ന നമ്മൾ ദൈവം തന്നെയാണ്. നമ്മുടെ കഴിവിലും നമ്മുടെ സാമർത്ഥ്യത്തിലും നമ്മുടെ നല്ല പ്രവൃത്തി ഒന്നുമല്ല ദൈവത്തിന്റെ കരുണ നമ്മുടെ മേൽ വന്നതുകൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് എപ്പോഴും പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 6-ാം 29-ാം വാക്യം ഒന്ന് വായിക്കോ. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്ന അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയാം, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവന് നിങ്ങൾ വിശ്വസിക്കുന്ന അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താന്ന് ചോദിച്ചാൽ, ദൈവം അയച്ച ആരാ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ് ഇവിടെ പറയുന്നത് നമ്മള് അപ്പൊ ദൈവത്തിന്റെ ഹാലലിയ ആ വർക്ക് തുടങ്ങുന്നത്, നമ്മളിലൊരു ഫൗണ്ടേഷൻ തുടങ്ങുന്നത് എന്താ? വിശ്വാസത്തിലാ. അത് ആരെയാ? ഹാലേലിയ. ദൈവം അയച്ചവനെ നമ്മൾ വിശ്വസിക്കുമ്പോ, അപ്പൊ ദൈവം അയച്ചവനെ നമ്മൾ വിശ്വസിക്കുന്നത് എങ്ങനെയാ? നമ്മൾ തന്നെ വിശ്വാസം വന്നോന്ന് ചോദിച്ചാൽ അല്ല. റോമാലേഖനം കൃത്യമായി പറയുന്നു, ആദിദാനം എന്ന പരിശുദ്ധാത്മാവും വരണം. പരിശുദ്ധ നമ്മൾ ഇല്ലാതെ ആർക്കെങ്കിലും യേശു കർത്താന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ വിശ്വാസം ഹല്ലേലൂയ എവിടുന്നാ വരുന്നത്? ദൈവത്തിന്റെ വചനം കേൾക്കുക. നമ്മൾ പറയും വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വന്നിരിക്കുന്നു പറയും. പക്ഷെ ഈ വിശ്വാസം കേൾക്കുന്ന വചനം, വിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ ആരതിനകത്ത് പരിവർത്തിക്കണം എന്നറിയാവോ? ദൈവത്തിന്റെ ആത്മാവ് തന്നെ പരിവർത്തിക്കണം. അപ്പൊ നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ച ആരെന്ന് വെച്ചാൽ ദൈവം ആരംഭിച്ചത്. ഹല്ലേലൂയ. ഇവിടെ ആ വിശ്വസിക്കുന്നതാണ് നമ്മളിവിടെ പറയുന്ന ഇവിടെ വായിച്ചേക്കുന്നത്, യേശു ദൈവത്തിന് പ്രസാദ പ്രവൃത്തി അവൻ അയച്ചതിൽ നിങ്ങൾ വിശ്വസിക്കും. അപ്പൊ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി, ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്, സന്തോഷിപ്പിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പം വചനം വായിക്കുമ്പോഴും നമ്മളത് വിശ്വസിക്കുമ്പോൾ ദൈവത്തിന് ഭയങ്കര സന്തോഷമാണ്. ദൈവത്തിന് പ്രസാദിപ്പിക്കാം. ഹല്ലേലൂയ. മറ്റു മനുഷ്യരെങ്ങനെ ചെയ്യുന്നത്? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നേ നേർച്ച കാഴ്ചകൾ കൊണ്ടുപോകുന്നു,
ഞാൻ പറഞ്ഞ പോലെ സ്വർണം കൊടുക്കുന്നു, വെള്ളി കൊടുക്കുന്നു, മറ്റേ ആമേ നെയ്യപ്പം കൊടുക്കുന്നു, ഉണ്ണിയപ്പം കൊടുക്കുന്നു, ഹാലേലിയ. അങ്ങനെ മെഴുകുതിരി കൊടുക്കുക, ചന്ദനത്തിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ വലിയ ഹാലേലിയ കൊടിമരം വെച്ച് കൊടുക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ട് അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുക. പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് വചനം നമ്മളോട് പറയുക, അല്ലെ, അവനെ അയച്ചവരിൽ നമ്മൾ വിശ്വസിക്കണം. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. അയച്ചു. അതുകൊണ്ട് ദൈവത്തെ പറഞ്ഞ കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കാൻ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹാലേലൂയ. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുന്നതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. ക്രിസ്തു നമ്മൾക്കറിയാം, കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തു വചനമാണ്. ഈ വചനം നമ്മൾ ഓരോ പ്രാവശ്യം ഹാലേലിയ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഹാലേലിയ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഇന്നലെ ഇവിടെ ആരോടോ പറഞ്ഞു, നമുക്ക് ദൈവം നമ്മുടെ വീട്ടിലൊരു കാത്തലിക് ഫാമിലി വന്നിട്ടുണ്ട്. അപ്പൊ അവരോട് ഞാനിങ്ങനെ സംസാരിക്കാൻ ഞാൻ പറയുന്നത്, പുള്ളിക്കാരന്റെ മക്കൾക്ക് രണ്ടുപേർക്ക് ഇട്ടേക്കുന്ന പേരെന്ന് വെച്ചാൽ ഒരാൾ ദാനിയേലും ഒരാൾ ഡേവിഡും. ഞാൻ പറഞ്ഞു മക്കളുടെ പേരൊക്കെ നല്ല സൂപ്പറാ. പിള്ളേരുടെ നിങ്ങൾക്ക് അറിയാം ഡേവിഡ് ആരാന്നറിയോ? അപ്പൊ പറഞ്ഞു ഡേവിഡ് ആരാ? ദാവീദ്. അവൻ പറയുന്ന അടുത്ത് കൊച്ചു വെച്ചാൽ. അപ്പൊ ഞാൻ പറഞ്ഞു അത് ആരാന്നറിയോ? ആരാന്നറിയത്തില്ലെന്നോ. ശരി, അപ്പൊ ഞാൻ ഡേവിഡിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അടുത്ത ആളുള്ളത് ദാനിയേൽ ആരാ? അവൻ പറഞ്ഞു അവരിച്ചോട് വരണം. പറഞ്ഞു ദാനിയേൽ പ്രവാചകനാ. ഞാൻ പറഞ്ഞു പ്രവാചകൻ എന്നാണ് പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് ഹലയില്. പക്ഷേ ദാനിയേൽ ആരായിരുന്നു എന്നറിയാം. എങ്ങനെ അവിടെ എന്ത്? അപ്പൊ ഞാൻ ദാനിയേലിനെ കുറിച്ചും പറയാൻ അവസരം കിട്ടി. ഹലയില് അത് പറഞ്ഞു കൊടുത്തു. ഹലയില് അപ്പൊ ഇവിടെ അവർക്കൊക്കെ ഹലയില് ബൈബിൾ എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു മേശപ്പുറത്ത് ഏറ്റവും സീക്രട്ട് ഡോക്യുമെന്റ്സ് വെക്കാൻ പറ്റുന്ന ഒരു ഉപകരണം. കാരണം ആരും തുറക്കാത്തതുകൊണ്ട് അവിടെ തന്നെ സേഫ് ആയിട്ട് ഇരിക്കും മേശപ്പുറത്ത്. കാരണം അത് കൈ കൊണ്ട് തൊടത്തില്ല കത്തോലിക്കരാരും. ഞാൻ കത്തോലിക്കായിരുന്നു, എനിക്ക് ഉറപ്പായിട്ട് പറയാം. ആര് കേട്ടാലും എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. കാരണം വെച്ചാൽ ഞാൻ അതുപോലെ തന്നെ ആയിരുന്നു. പറഞ്ഞപ്പോൾ തൊടത്തില്ല. ഞാൻ പറഞ്ഞു ദൈവം ആകെ നമുക്ക് തന്നേക്കുന്ന കാര്യം വചനമാണ്. ഹല്ലേലൂയ. ഇന്നലെ എന്താ പറയാ, ഞാൻ പറഞ്ഞ് അവര് പണ്ട് കൃപാസനത്തിൽ പോകുമ്പോൾ ഞാൻ കുറെ കളിയാക്കി വഴക്കുറയൊക്കെ ചെയ്തത്. അപ്പൊ ഇപ്പൊ പോപ്പ് തന്നെ പറഞ്ഞ് അല്ലെ പേര് പറഞ്ഞ് മാറ്റണം. അല്ലെ മറിയ മധ്യസ്ഥയല്ല, അല്ലെ എന്താ പറയാ രക്ഷകയല്ല എന്ന് പോപ്പ് തന്നെ ഡിക്ലെയർ ചെയ്ത്. കാരണം ഇപ്പൊ പേരൊക്കെ പറഞ്ഞു. അന്നേ മര്യാദയ്ക്ക് പറഞ്ഞില്ല എന്റെ പേര് കൃപാസനം എന്നുള്ള പേര് ഉപയോഗിക്കാൻ പോലും പാടില്ല. അത് കൃപയുടെ ആസനം. അത് ആ ദൈവത്തെക്കുറിച്ച്, ദൈവം ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുന്നത്. അല്ല ചുമ്മാ എടുത്തിട്ടാണ് അല്ലെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ അത് അപ്പൊ ആ കാര്യം ഇങ്ങനെ പറയാം. അപ്പൊ ഞാൻ അന്നേരം ദൈവം നമുക്ക് തന്നേക്കുന്നത് വചനം മാത്രമാണ്. ദൈവം നമുക്ക് വേറൊന്നും തന്നിട്ടില്ല. ഹാലല്ലേ മനുഷ്യർക്കൊന്നും തന്നില്ല. ദൈവം അത് പരിശുദ്ധ ദൈവത്തിന്റെ ശ്വാസമാണത്. ഹാലലിയ. മനുഷ്യരിൽ എഴുതപ്പെട്ടിരിക്കുന്നെങ്കിലും ദൈവശ്വാസ്യമാണെന്ന് പറയുന്നത്. ദൈവത്തിന്റെ ശ്വാസമാണ് ദൈവം പറഞ്ഞു തന്നേക്കുന്നത്. അപ്പൊ അത് വായിക്കാതെ അതിനെക്കുറിച്ച് അറിയാതെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് എന്താ കാര്യമുള്ളത്? ഹാലലിയ. അവസരം കിട്ടുമ്പോഴേ നമുക്ക് പറയാം, നമ്മൾ പറയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയും ദൈവം നമുക്ക് ഇവിടെയും പറഞ്ഞേക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൈവത്തിന്റെ വചനം തന്നെയാണെന്ന്. ഹാലേലുയ. ആദി വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ കൃപയും സത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിലേക്ക് വന്നു എന്നാണ് യോഹന്നാൻ എഴുതിയേക്കുന്നത്. ഹാലേലൂയ. അവിടെ മറ്റുള്ളവരെല്ലാം മറിയയും യോസഫിനെ കുറിച്ചും യേശുക്രിസ്തു ജനത്തെക്കുറിച്ചും പറയുമ്പോൾ യോഹന്നാൻ മാത്രമാണ് അവിടെ യഥാർത്ഥമായിട്ട് ആ വെളിപ്പാടിൽ അത് എഴുതിയിരിക്കുന്നത്. നമുക്ക് അതിശയം തോന്നാറുണ്ട് യോഹന്നാൻ സുവിശേഷത്തിന് 1-ാം അധ്യായം വായിക്കുന്ന സമയത്ത്. ബാക്കിയുള്ളവരെല്ലാം പാരമ്പര്യം ജീനിയോളജി ഒക്കെ പറഞ്ഞ് വന്ന സമയത്ത് യേശു കർത്താവിനെ കുറിച്ച്. അപ്പൊ ആ വചനമാണ്, അതിൽ നമ്മൾ വിശ്വസിക്കുന്നതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്, ദൈവം നമ്മളിൽ ആരംഭിച്ച പ്രവൃത്തി. ഹാലേലൂയ. ആ ദൈവത്തിന്റെ വിശ്വസ്തത അത് തികയ്ക്കുമെന്നുള്ള നമ്മളോട് ഉറപ്പ്. ഇതാണ് ദൈവത്തിന്. നമ്മൾ പലപ്പോഴും ഞാൻ പറയാം, പലപ്പോഴും നമ്മൾ വേണമെങ്കിൽ മാറിപ്പോയാലോ തെറ്റിപ്പോ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മനസ്സുകൊണ്ടെങ്കിലും എവിടെയെങ്കിലും ഒക്കെ വിശ്വാസത്തിന് നമ്മൾ ദൈവം ആഗ്രഹിച്ച പോലെ ഒന്നും എത്താൻ കഴിയാതെ നിൽക്കുന്ന മേഖലയൊക്കെ നമ്മളാണെങ്കിൽ പറയും 2-3 പ്രാവശ്യം പറയാം, പിന്നെ ഇനി വേണമെങ്കിൽ ദൈവം വേണമെങ്കിൽ തന്നെ നന്നാകട്ടെ എന്ന്. പക്ഷെ ദൈവം നിന്നിട്ട് നമ്മളെ വിടാതെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചു കൊണ്ട് നടക്കുന്നതിന്റെ കാര്യം വെച്ചാൽ നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവമാണ്. അത് പൂർത്തീകരിക്കുന്ന ഉറപ്പ് തന്നേക്കുന്ന ദൈവമാണ്. അപ്പൊ അത് എന്താ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. കർത്താവ് എന്ന് വരുന്ന അവിടം വരെ, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും വരെ ദൈവം അതിനെ നിവർത്തിച്ചിരിക്കും. ഈ ഉറപ്പ് നമുക്കുണ്ട്, ഈ അഷുറൻസ് നമുക്കുണ്ട്. ഹാലലൂയ. എന്ന് വിചാരിച്ചാൽ നമ്മൾ തോന്നിടത്തേക്ക് നടക്കണമെന്നല്ല. പക്ഷെ തോന്നിടത്ത് നടക്കാൻ നിങ്ങൾ തീരുമാനം നടക്കാൻ പറ്റും. ദൈവം കണ്ടിട്ടുള്ളവരെ, ദൈവം മുന്നറിഞ്ഞവരെ, ദൈവം വേർതിരിച്ചവരെ, ദൈവം വിളിച്ച വിളവരാണെങ്കിൽ, ചിലരൊക്കെ അല്ലാതെ പലതും കിട്ടുമെന്ന് ഓർത്ത് രക്ഷയിലേക്ക് വന്നവരുണ്ടാകും. പക്ഷെ ദൈവം വിളിച്ചവരെ, മുൻ നിയമിച്ചവരെ, മുന്നറിഞ്ഞവരെ, പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ വേണ്ടി ദൈവം കണ്ട് തെരഞ്ഞെടുത്തവർക്ക് വേണ്ടാന്ന് വിചാരിച്ചു പോയാലും പോകാൻ പറ്റത്തില്ല.
കാരണം ഇവിടെ നമ്മൾ ആദ്യം വായിച്ച വാക്യം പറഞ്ഞ പോലെ ഹാല നിങ്ങളെ നല്ല പ്രവൃത്തി ആരംഭിച്ചതിന് യേശുക്രിസ്തു നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ച് വരയ്ക്കുന്നു. പൗലോസിന്റെ ഒരു ഉറപ്പ് അവിടെ പറയുന്നത്. ഹാലേലിയ. ചിലപ്പോ ചെയ്യുമായിരിക്കും, ചിലപ്പോ തികയ്ക്കുമായിരിക്കും, അല്ലെങ്കിൽ അവിടെ വരെ എത്തുമായിരിക്കുമെന്നല്ല, ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നത്. അത്ര ഉറപ്പോടത് പറയണമെങ്കിൽ ഹാലേലൂയ, ആ ദൈവത്തിന്റെ ഹാലേലിയ ആ നമ്മളോടുള്ള വിശ്വസ്തത എത്ര വലുതാന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് ആരും ഞെളിയണ്ട. ഹല്ലേലൂയ. വീഴാതെ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. അപ്പം ദൈവം തന്നെ നമ്മളെ നിർത്തിയിരിക്കുന്ന നമ്മളുടെ ഹാലേലൂയ മറ്റുള്ളവരെക്കാട്ട് നമ്മൾ ശ്രേഷ്ഠരായിട്ടൊന്നുമല്ല. ഹാലേലൂയ. ദൈവത്തിന്റെ ഒരു വിശ്വസ്തത നമ്മുടെ മേൽ വന്നതുകൊണ്ടും ദൈവം നമ്മളെ ഹാലേലൂയ ആമേ വിശ്വാസനാനും പൂർത്തി യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മൾ പോകാൻ പറഞ്ഞാൽ ആമേ ഒരു തുടങ്ങി വെച്ചാൽ അത് പൂർത്തീകരിച്ച ദൈവമാണെങ്കിൽ നമ്മളും അതുപോലെ തന്നെ ആയിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ തുടക്കക്കാരായിട്ട് വന്നെന്ന് മാത്രമല്ല, ഒരുപാട് പേര് രക്ഷയിലേക്ക് വരുന്നുണ്ട്. ഹാലേലൂയ. പക്ഷേ ഒരുപാട് പേര് സ്നാനപ്പിക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ ഈ പരിസരത്തൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അനേക ഫാമിലി നമ്മൾ സംസാരിക്കും മനസ്സിലാവും, അവരൊക്കെ വിശ്വാസത്തിൽ വന്നത്. പക്ഷെ അവരൊക്കെ വിശ്വാസത്തിൽ വന്നത് ദൈവം മുന്നറിഞ്ഞിട്ട് വന്നതാണെന്ന് എനിക്കറിയത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പ്രതികൂലം ഉണ്ടായാലും എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ഒരിക്കലും കർത്താവിനെ വിട്ട് പിന്മാറിപ്പോൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടുപിടിക്കുന്നത്, ഞാൻ പറയും ചില കാര്യങ്ങൾ എനിക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്നുവെച്ചാൽ അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകത്തില്ല എന്ന് തോന്നുന്ന കാര്യം പോലും ദൈവം ഇങ്ങനെ ഈസി ആയിട്ട് സാധിപ്പിച്ചു. കാരണം വെച്ചാൽ ദൈവമാണ് നമ്മളെ നിർത്തിയേക്കുന്നത്, ദൈവമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, നമ്മളെ ദൈവമാണ് ദൈവത്തിന്റെ ഹാലയില്ല ആ പ്രൊട്ടക്ഷനുള്ളിൽ അല്ല ദൈവത്തിന്റെ കവറിങ്ങിനുള്ള നമ്മൾ നിൽക്കുന്നതിന്റെ തെളിവാത്. സ്തോത്രം. നമ്മൾ ഓരോ കാര്യം എനിക്ക് ഇവിടെ ഒരിക്കലും ചിലരെയൊക്കെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന എനിക്കറിയാം. സർവസ്വൊക്കെ അനുഭവം എനിക്കറിയാം. അയൽക്കാരും നാട്ടുകാരും ബന്ധുക്കളും സ്വന്തക്കാരും എന്തൊക്കെ നോക്കി പറഞ്ഞോ, അതിന്റെ എന്ന് വെച്ചാൽ കളിയാക്കി പറഞ്ഞോ, അതിന്റെയൊക്കെ മുമ്പിൽ എനിക്ക് ഇതിന്റെ വിവാഹ സമയത്ത് പോലും അത് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. സ്വന്തക്കാരുടെ മുമ്പിൽ ഇവിടെ കരുതാപ്പുഴക്കാരും അവർക്ക് സ്വന്തക്കാർ ബന്ധുക്കളുടെ എല്ലാവരും ഇടയിൽ കൊണ്ടുവച്ച് അത് നടത്തിയിട്ട് ദൈവം മാനിച്ചു. കാരണം വെച്ചാൽ അത് നമ്മൾ ചിലപ്പോ മറ്റുള്ളവർ പറയും, നമ്മൾ മറന്നു പോകും. നമ്മളെ നോക്കി നിന്ദിക്കുന്നു, നമ്മളെ നോക്കി പരിഹസിക്കുന്നു. ദൈവം അവർ മറ്റുള്ളവരത് മറന്നു പോകും. പറയുന്നവർ ചിലപ്പോൾ മറന്നു, കേൾക്കുന്നവരും മറന്നു. പക്ഷെ ദൈവം അത് മറക്കത്തില്ല. ദൈവം അതെല്ലാം ഓർത്ത് വെച്ച് ഹാലയില് മറുപടി കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതെന്താ? നമ്മളോട് ദൈവത്തിന്റെ വിശ്വസ്തതയാ, അത് നമ്മളോട് സ്നേഹമാത്. ഹാലേലുയ. ദൈവം അതാ പറഞ്ഞു, വിളിച്ച ദൈവം വിശ്വസ്തൻ അന്ത്യത്തോളം. ഹാലേലിയ. ആ വിശ്വസ്തത അതായത് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക പറയാം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അവനെന്റെ ഉപനിധി. നമ്മൾ ആരെ വിശ്വസിച്ച് ഇറങ്ങിയെന്ന് നമുക്കൊരു ഉറപ്പുണ്ട്. ആ ദൈവത്തെ കുറിച്ച് നമുക്കൊരു ഉറപ്പുണ്ട്. ആരൊക്കെ എന്തൊക്കെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് പറഞ്ഞാലും അതൊന്നുമല്ല നമ്മുടെ തലയിലേക്ക് കയറേണ്ടത്. നമ്മുടെ കർത്താവിന്റെ വചനം നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ടോ അതായിരിക്കണം. ഇന്നിവിടെ നമ്മൾ വായിച്ച കുറിവാക്യം പോലെ തന്നെ ഹാലേലിയ, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തു നാളോളം അതിനെ തികയ്ക്കും. നീ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നത്. ഈ ഉറപ്പ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. 2026 നമുക്ക് ദൈവം തന്നതുപോലെ 2020 ദ ഇയർ ഓഫ് വിക്ടറി ആണെങ്കിൽ നമ്മൾ വിക്ടോറിയസ് ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് ഉറപ്പുണ്ടാകണം നമ്മുടെ വിശ്വാസത്തിന്. ഹാലേലിയ. ദൈവത്തിന്റെ വചനം നമ്മളോട് എന്ത് പറയും, ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് എന്തൊക്കെ ഇടപെട്ടോ അതെല്ലാം ഉറപ്പായി വിശ്വസിച്ചുണ്ട്. കർത്താവിന്റെ എന്തൊക്കെ ഈ ഭൂമി കീഴ്വേൽ മറിഞ്ഞാലും ഞാൻ പറയും, പണ്ട് നമ്മുടെ അവിടെ എർത്ത് കേക്ക് വന്ന സമയത്തൊക്കെ എല്ലാവരും കൂലിങ്ങുമ്പോൾ താഴെ ഇറങ്ങുവാണെങ്കിൽ നമ്മളത്ര പേടിച്ച് ഓടിയൊന്നുമില്ല. റൂമിൽ തന്നെ ഇരുന്ന് ഫ്ലാറ്റിൽ തന്നെ. കാരണം വെച്ചാൽ എന്താ കാര്യം വെച്ചാൽ നമുക്കൊരു കാര്യം ഉറപ്പാ. ഹാലേലി. എന്താ പറയാ, കർത്താവ് പറഞ്ഞിട്ടുള്ളതൊക്കെ നിവർത്തിക്കാതെ എന്നെ ഇവിടെ നമ്മൾ കൊണ്ടുപോകത്തില്ല. ഹാലേലിയ. അതുകൊണ്ട് ഹാലേലിയ. അതുകൊണ്ട് നമ്മളിരിക്കുന്നിട കുരുങ്ങുമായിരിക്കും, പക്ഷെ അപ്പുറം ഇപ്പുറമൊക്കെ വീഴുക. പക്ഷെ നമ്മളിരിക്കുന്നിടത്ത് ദൈവം പ്രൊട്ടക്ട് ചെയ്ത് നമുക്കൊരു ഉറപ്പാ. ഹാലേലിയ. അപ്പൊ ദൈവത്തിന്റെ ആ വാക്കിലും വാക്തത്വങ്ങളുള്ള വിശ്വാസം നമുക്ക് ഇത് നമ്മൾ മുറുകെ പിടിച്ചാണ്. കാരണം നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ച് നമ്മളല്ല, ദൈവം ആരംഭിച്ചെങ്കിൽ നമ്മളെ അത് പൂർത്തീകരിക്കുന്നത് ദൈവം തന്നെ. അത് പൂർത്തീകരിക്കുന്നത് കർത്താവിന്റെ നാളോളം, കർത്താവ് വരുവോളം നമ്മൾ അത് തികയ്ക്കും. ദൈവം നമ്മളെ നിർത്തും. ദൈവം നമ്മളെ കാക്കും. ദൈവത്തിന്റെ വിശ്വസ്തതയാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്. അതിനെ ഓർത്ത് നിങ്ങളുടെ ഒക്കെ ഹൃദയത്തിൽ എവിടെങ്കിലും എന്തെങ്കിലും ഭാരങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം കളഞ്ഞുകൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്തുകൊണ്ട് നമുക്ക് മുൻപോട്ട് ഈ വചന ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.